സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യത്വം മരവിച്ച, അല്ലെങ്കിൽ എന്താണ്, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ, അങ്ങനെ കുറെ വർഗങ്ങൾ കേരളത്തിലെ ചാനലുകൾ നടത്തുന്നുണ്ട്. അവര് ജനമധ്യത്തിൽ തുറന്നു കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, മറുനാടൻ മലയാളി. രണ്ട്, ഒരു സുനില് വടയാർ എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ യവന്മാർ രണ്ടുപേരും ജേർണലിസം പഠിച്ചവന്മാരാണ്. അപ്പൊ ജേർണലിസം പഠിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ്? സംഘപരിവാറുകാരുടെ കുഴലൂതാൻ വേണ്ടി മാത്രമാണ് യവന്മാര് ജേർണലിസം പഠിക്കാൻ പോയത്. സത്യസന്ധമായ ജേർണലിസം എന്താണെന്ന് യവന്മാര് വേറെ ഇനിയും പോയി പഠിക്കണം. കാരണം ഇവർക്ക് രണ്ടുപേർക്കും പെമ്മൽക്ക് ഉണ്ടാകാനാണ് സാധ്യത. പക്ഷെ എന്തായാലും ഷാജസ് കളിയാക്കി മകളുണ്ട്, അവന് ഭാര്യയുണ്ട്. ഈ സുനിൽ എന്ന് പറയുന്ന ദണ്ഡി ഇന്ത്യ എന്ന് പറഞ്ഞാണ് ഒരു ചാനൽ നടത്തുന്ന, അവന് പെമ്മക്കളുണ്ടോ ആമക്കളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, 10 വയസ്സുള്ള പിതാവില്ലാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എത്രയെങ്കിലും പ്രാവശ്യം. അതിന് ആ പീഡിപ്പിച്ചവൻ അധ്യാപകനാണ്, ആ സ്കൂളിലെ അധ്യാപകനാണ് പീഡിപ്പിച്ചത്. അവൻ സംഘപരിവാർ RSS കുടുംബത്തിൽപ്പെട്ടവനാണ്. RSSന്റെ വലിയ നേതാവാണ്, അവിടുത്തെ അധ്യാപക സംഘടനയുടെ ജില്ലാ നേതാവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങളുള്ളവനാണ്. അപ്പോൾ മനഃപൂർവമായിട്ട് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്തിലുള്ള സ്കൂളിലെ അധ്യാപകനാണ് അവൻ. അപ്പൊ അങ്ങനെ ആ സ്ഥലത്തുള്ള മുസ്ലിം ഭൂരിപക്ഷം വരുന്ന സ്കൂളിലെ അധ്യാപകനായതുകൊണ്ടു ഈ പൗരത്വ ഭേദഗതി ബന്ധപ്പെട്ട് ഈ അധ്യാപകൻ ഒരു പോസ്റ്റ് ഇട്ടുവെന്നും, ആ പോസ്റ്റ് ഇട്ടതില് പ്രകോപിതരായി മുസ്ലിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് യവനെ ഈ കേസിൽ പെടുത്തിയതാണെന്നും നമ്മൾ ആലോചിക്കണം. എന്തുമാത്രം വൃത്തികെട്ട മനസ്സിന്റെ ഉടമകൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ല. ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുസ്ലിങ്ങളെ, മുസ്ലിം ഭൂരിപക്ഷമുള്ളിടത്ത് ഹിന്ദുക്കളെയും, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ളിടത്ത് ഈ രണ്ടുപേരെയും പ്രതികളാക്കാമല്ലോ. അപ്പോ അതൊക്കെ ചെറ്റത്തരമാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവൻ അവന് മാനസിക വൈകൃതമുള്ളവനാണ്. അവന്റെ മനസ്സെന്ന് പറയുന്നത് വികൃതമായ മനസ്സിന്റെ ഉടമയാണ്. അപ്പൊ ഇങ്ങനെ ഉള്ളവന്മാരാണ് കേരളത്തിൽ ചാനൽ നടത്തുന്നത്. അപ്പൊ ഇവർക്കെല്ലാം എന്ത് വിസർജ്യം കിട്ടിയാലും മതി. അത് കിട്ടിയാൽ അവരവരുടെ അഭിപ്രായങ്ങൾ മാറ്റി പറയും, എന്തും പറയും. പണത്തിന് വേണ്ടി മനുഷ്യൻ പായാണ്. ഇപ്പൊ ഷാൻസ്കറിയ അവൻ പിന്നെ ഇസ്രയേലിൽ പോയിട്ട് വന്നു. എന്തിനാണ് പോയത്? 200 ഇസ്രയേലികളെ കണ്ട ഹമാസ് കൊന്നു. ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ കൊന്നത് അവൻ കണ്ടില്ല. ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ, സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൊന്നതൊന്നും, കൂട്ടക്കുരുതി നടത്തിയതൊന്നും അവൻ കണ്ടില്ല. 200 ഇസ്രയേലികളെ കൊന്നത് കാണാൻ വേണ്ടി പോയി. അപ്പൊ എന്തോ ആവട്ടെ. അപ്പൊ പ്രശ്നം ഇതാണ്, പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അവനൊരു സംഘപരിവാറുകാരനാണ്. യവനൊന്നും എന്നെ വന്ന് പിന്നെ ക്ഷവരം ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കേസല്ല. അവന്റെ മുകളിലുള്ള പോലീസ് ഓഫീസറും അവന്റെ മുകളിലുള്ള മന്ത്രിമാരും വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളാണ് ഇനിയിപ്പോ യവനൊക്കെ വിചാരിച്ച നടക്കുന്നത്. അപ്പോ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ശ്രീജിത്ത് എന്ന് പറയുന്നവനായിരുന്നു അന്ന് IG. അവൻ അന്വേഷിച്ചു. ഇവനെയൊക്കെ അവനെന്ന് തന്നെ വിളിക്കണം, അവന് ബഹുമാനം പോലും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോ അവരാരാണ് അറിയാമല്ല, തൃശ്ശൂര് പൂരം അട്ടിമറിച്ചവനാണ്. സംഘപരിവാർ RSSന്റെ നേതാക്കൾ വന്നപ്പോൾ രഹസ്യമായ കൂടിക്കാഴ്ച നടത്തിയവനാണ്. സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തവനാണ് പിന്നെ ശ്രീജിത്ത് എന്ന് പറയുന്ന. ഇപ്പൊ ADGP എന്തോ കുന്തോ ആണ്, എന്തായിക്കൊണ്ട് പോട്ട്, അതൊന്നും എനിക്ക് ഇവിടുത്തെ വിഷയമല്ല. അപ്പോ അയാൾ അന്വേഷിച്ചു. അവരെല്ലാം ഈ കേസ് തേച്ച് മാച്ച് കളയാനാണ് ആദ്യമേ ശ്രമിച്ചത്. അപ്പോ ഇതിന്റെ പിന്നില് എന്തായാലും ശരി, 10 വയസ്സുള്ള പിതാവില്ലാത്ത ഒരു കുട്ടിയുടെ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തായാലും ഒരു മറുപടി ഒരു നിയമത്തിന്റെ വശത്തിൽ കൊണ്ടുവന്ന് അവന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് ജനങ്ങൾ മുന്നിട്ടിറങ്ങി. അതിന്റെ ഫലമായിട്ട് ഗവൺമെന്റിനോട് സമ്മർദ്ദം ചെലുത്തി ഹൈക്കോടതിയിൽ ഈ കുട്ടിയുടെ മാതാവ് പെറ്റീഷൻ കൊടുത്തു. അങ്ങനെ പുതിയ ഒരു പിന്നെ DYSP ഈ അന്വേഷണത്തിന് ചുമതലയേൽപ്പിച്ചു, രത്നകുമാർ. അതായത് പോലീസ് ഫോഴ്സിന്, കേരളത്തിലെ പോലീസ് ഫോഴ്സിന് എന്നും
അഭിമാനത്തോടെ പറയാവുന്നുള്ള ഒരു പേരാണ് രത്നകുമാർ സാർ. അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട്. എന്തായാലും ശരി, ആധുനികമായ എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ച് തന്നെയാണ് പരിശോധന നടത്തിയത്. ആ ശുചിമുറിയിൽ, അതായത് ആ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ശുചിമുറിയിൽ പോയി ആ ടൈൽസിൽ പറ്റിപ്പിടിച്ചിരുന്ന രക്തക്കറയും അതും ഇതുമെല്ലാം സാമ്പിൾ എടുത്ത് ലാബോറട്ടറിയിൽ അയച്ച് ചെക്ക് ചെയ്ത് പിന്നെ അന്വേഷണം നടത്തി അതിന്റെ വ്യക്തമായ റിപ്പോർട്ട് കള്ളമായിട്ടുണ്ടാക്കാൻ നോക്കും. കുട്ടിയുടെ പിന്നെ രക്തവും മറ്റതും മറിച്ചതും ടൈൽസിൽ ഒട്ടിച്ച് അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒട്ടിച്ച് അങ്ങനെ ചെയ്യാൻ നോക്കും. അതൊന്നും കഴിയില്ല. അപ്പോ അങ്ങനെ ചെയ്തത് അവന് ശരിയായ ശിക്ഷ 40 വർഷം വരെ, അതായത് അവന്റെ മരണം വരെ ജീവപര്യന്തം. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ അതായത് ജീവിത അവസാനം വരെയും പിന്നെ ജയിലാണെന്നാണ്, മരണം വരാം. പക്ഷെ ഇവിടുത്തെ നമ്മുടെ നിയമം അനുസരിച്ച് 12-14 വർഷമാണ്. അപ്പൊ ഇത് അതിന് പോലും അനുവദിച്ചില്ല. കാരണം അത്ര വൃത്തികെട്ട ചെറ്റത്തരമല്ലേ ഈ പിന്നെ പത്മരാജൻ എന്ന് പറയുന്ന യമൻ അധ്യാപകനാ. യമൻ എന്ന് പറയുന്ന അധ്യാപകനല്ല, യമന് മാനസിക വൈകൃതം പിടിച്ചവനാണ്. യമൻ അവിടെയുള്ള ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. അവരൊന്നും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. കാര്യം നാണക്കേടും മാനക്കേടും അല്ലേ. പക്ഷെ ഈ കുട്ടി കംപ്ലൈന്റ് ചെയ്യാൻ പ്രത്യേകമായ കാരണമുണ്ട്. കംപ്ലൈന്റ് ചെയ്യാൻ പോയതല്ല, സഹകുട്ടികളുമായിട്ട് ഒരു ബന്ധുവീട്ടിൽ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തില് ഈ അധ്യാപകൻ ചെറ്റയാണ്, അല്ലെങ്കിൽ ഭാഷ ശരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നം. തുടങ്ങി അങ്ങനെ കംപ്ലൈന്റ് ആയപ്പോ ഈ കുട്ടിയെ മനഃപൂർവ്വമായിട്ട് മുസ്ലിങ്ങളെല്ലാം കൂടെ ചേർന്ന് പിന്നെ ഇങ്ങനെ കേസ് പുതിയതായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇങ്ങനെ പറയിച്ചതാണ്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ലൈംഗിക പീഡനം ഒരു 10 വയസ്സുള്ള പെൺകുട്ടി പറയണമെങ്കിൽ ആരെങ്കിലും കൊണ്ട് പറയിക്കാൻ നോക്കും? എന്ത് മനുഷ്യരാ? അതേ മനുഷ്യരാ മൃഗങ്ങളാ? അപ്പൊ ഈ മൃഗങ്ങളായ ഷാജസ്കറിയും സുനിൽ വടയാറും യമനെ പോലുള്ളവരാണ് മൃഗങ്ങൾ. മനുഷ്യന്റെ കോലത്തിലിരിക്കുന്ന മൃഗങ്ങളാണ്. നിന്റെയൊക്കെ മക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ ചെറുകുട്ടികൾക്കെങ്കിലും നീ എല്ലാം ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഏതെങ്കിലും ബലാത്സംഗത്തിനോ പീഡനത്തിനോ ലൈംഗിക പീഡനത്തിനോ ഇരയായി എന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും എന്ന് ഞാൻ പറയണം. അപ്പോ ഇത്രയും ചെറ്റത്തരം അതിന് സുനിൽ വടയാർ ഒരുത്തന്റെ ലെറ്റർ വായിക്കണം. അവന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ കേസിൽ പ്രതിയായേണ്ടി വരും. അപ്പൊ അവൻ വായിക്കുകയാണ്, എന്താണ് ആ കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അവരുടെ ആ കുട്ടിയുടെ ഗുഹ്യ ഭാഗത്ത്, അങ്ങനെ ചൊറിഞ്ഞ് അങ്ങനെ അവിടെ മുറിവുണ്ടായതാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഇത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമകൾ അവർ ഉണ്ടാക്കി പറയുന്നതാണ്. അപ്പൊ സംഘപരിവാറായാൽ എന്ത് ചെറ്റത്തരവും പറയാം, എന്ത് ചെറ്റത്തരത്തിനും വേണ്ടി പ്രവർത്തിക്കാം. അപ്പോ ഇവിടെ ഒരാളിനെ ബലാത്സംഗം ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അവൻ സംഘപരിവാറായിരിക്കണം. കൈക്കൂലി വാങ്ങിക്കാം, അഴിമതി നടത്താം, കോടികൾ സമ്പാദിക്കാം, ഒരു പ്രശ്നമില്ല, അവൻ സംഘപരിവാറായിരിക്കണം. നിങ്ങൾക്കറിയാം, മഹാരാഷ്ട്രയില് അജിത് പവാർ ശരത് പവാറിന്റെ മരുമാനാണ്. 1500-2000 കോടി രൂപയുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ED വന്ന് CD വന്ന് മറ്റോ വന്ന് കേസായി കിടക്കുമ്പോൾ അജിത് പവാർ എന്ത് ചെയ്തു? നേരെ സംഘപരിവാറിലങ്ങ് ചേർന്ന ഉടനെ ഇപ്പൊ കേസില്ല, വഴക്കില്ല, ഒരു പ്രശ്നമില്ല, അവൻ അഴിമതി മുക്തനായി. അപ്പൊ ഇതാണ്, ഇവിടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് തെമ്മാടിത്തരം കാണിക്കണമെങ്കിൽ സംഘപരിവാറായാൽ മതി. അതാണ് നമ്മള് ഇന്ത്യക്കാരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും 16 ലക്ഷം പേര് ജീവൻ കൊടുത്താണ് ബ്രിട്ടീഷുകാരായ ക്രിസ്ത്യാനികളിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവിടുത്തെ സംഘപരിവാറുകാരും ഇവിടുത്തെ ക്രിസംഗികളും തെമ്മാടികളായ ക്രിസ്ത്യാനികൾ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയണം. സത്യക്രിസ്ത്യാനികളല്ല, എനിക്ക് ഒരുപാട് സത്യക്രിസ്ത്യാനികൾ സുഹൃത്തുക്കളുണ്ട്. മതേതരവാദികളായ ഹിന്ദുക്കൾ ഒരുപാട് എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോവും, പിന്നെ ചർച്ചിൽ പോവും, പിന്നെ അമ്പലങ്ങളിലും പോകുമ്പോൾ ഞാൻ അകത്ത് കയറില്ല, അവര് പിന്നെ പുറത്ത് നിൽക്കും. ഞാൻ പള്ളി കയറി നിസ്കരിക്കും, അവർ അമ്പലത്തിൽ പോകും, ഞാൻ പുറത്ത് നിൽക്കും. ചർച്ചിൽ പോകും, അവൻ കയറി പ്രാർത്ഥിച്ചിട്ട് വരും, ഞങ്ങൾ പുറത്ത് നിൽക്കും. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ഒരു ജനസമൂഹത്തിന്റെ ഇടയിൽ വർഗീയമായ കുത്തിത്തിരിപ്പുണ്ടാക്കി വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിച്ച് ഇവിടെയുള്ള ജനങ്ങളെ തമ്മിലടുപ്പിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സംഘപരിവാർ ശക്തികളെയും ഈ ക്രിസംഗികളെയും നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഈ സമൂഹത്തിൽ നിന്ന് ഇവനെല്ലാം ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവനൊക്കെ നടന്നു പോയാൽ കാർക്കിച്ച് തുപ്പണം ഇവന്റെയൊക്കെ മുഖത്ത്. കാര്യം അത്ര വൃത്തികെട്ടവന്മാരാണ്. ഇവൻ പറയല്ലേ, ഷാജസ്കറിയ പറഞ്ഞ എന്താണ്, ഞാൻ പണ്ടേ പറഞ്ഞതാണ്. പിന്നെ IG ഇവൻ ഈ നാട്ടിലില്ലാതെ, ഈ അധ്യാപകൻ നാട്ടിലില്ലാത്ത സമയത്ത് ഡേറ്റ് നോക്കി
സ്കൂളില്ലാത്ത ഡേറ്റ് നോക്കി ആ ഡേറ്റ് എല്ലാം എഴുതി ചേർത്താണ് കോടതിയിൽ ആദ്യമായി ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ ഈ ഈ ADGP അവന് അതിനുള്ള യാതൊരു യോഗ്യതയില്ല. ഈ പിണറായി അല്ലാത്ത ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിച്ചിരുന്നത് എന്നെ ആ തൊപ്പിയും അതും എല്ലാം പിടിച്ചു വാങ്ങിച്ച് അടിയും കൊടുത്ത് ജയിലിൽ ഇടുമായിരുന്നു. അത് ഏതെങ്കിലും ഒരു കാലത്ത് ശരി. ഈ ശ്രീജിത്ത് റിട്ടയർ ചെയ്താൽ പോലും ഇവനെ വെറുതെ പാടില്ല. ഇവന്റെ വാപ്പാണ് എന്നേ ഞാൻ പറയുള്ളൂ. ഇവന്റെ വാപ്പാണ് നമ്മളെ എന്താണ് നേരത്തെ ഒരുത്തമുണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അത് പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ പിന്നെ ഇടുന്നുണ്ട്. എന്തായാലും അങ്ങനെ വേറൊരു പിന്നെ DGP ഇവിടെ ഉണ്ടായിരുന്നു, സെൻകുമാർ. അപ്പോ ഇപ്പൊ എല്ലാ റിട്ടയർ ചെയ്യുന്ന എല്ലാ DGPമാരും, ഒന്ന് സെൻകുമാർ, ഒന്ന് ശ്രീലേഖ, ഒന്ന് ഒരു തോമസ്, ഇവന്മാരെല്ലാം ഇപ്പൊ BJP-ക്കാരാണ്. അപ്പൊ ഇന്നാള് പിന്നെ ചാനലില് ചർച്ച വന്നപ്പോഴത്തേക്ക് സെൻകുമാറിന്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, ഇവരെല്ലാം ഇപ്പൊ DGPമാരെല്ലാം ഇപ്പൊ സംഘപരിവാറിലെ പിന്നെ പാർട്ടികളിലാണല്ലോ വരുന്നത്, BJP-യിലാണല്ലോ വരുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരെല്ലാം പല കാര്യങ്ങളും നേടിയെടുക്കാനാണ് വരുന്നത്, പക്ഷെ ഞാൻ വന്നത് അങ്ങനെയല്ല എന്നാണ് ഇയാൾ പറയുന്നത്. കാര്യം അയാൾക്ക് ഭയങ്കര അസൂയ. കാര്യം 3 IPS-കാർ വന്നപ്പോഴത്തേക്ക് 3 DGP-മാർ വന്നപ്പോ ഇയാൾക്ക് സഹിക്കുന്നില്ല. അപ്പൊ അയാളുടെ വില പോയി. അപ്പൊ അയാൾ പാർട്ടിയിൽ നിന്ന് ഇതുവരെ മെമ്പർഷിപ്പ് എടുത്തില്ല. അപ്പൊ ഞാനും ഈ സെൻകുമാർ എന്ന് പറഞ്ഞ തെണ്ടിനെ ഞാൻ പറയുള്ളൂ. കാരണം ഇത്ര വൃത്തികെട്ടവരാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞാനും ഇയാളും ഒക്കെ ഒന്നിച്ച് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ഷട്ടിൽ കോക്ക് കളിക്കുമായിരുന്നു. ഇൻഡോർ സ്റ്റേഡിയം ട്രിവാൻഡ്രത്തുണ്ട്, വാട്ടർ വർക്സിന്റെ അടുത്താണ്. അപ്പൊ ഞങ്ങൾ ഷട്ടിൽ കളിക്കുമായിരുന്നു. അപ്പൊ പോലീസിന് പ്രത്യേകിച്ച് ഒരു കോർട്ടുണ്ട്, അപ്പൊ ഞങ്ങൾക്കും പ്രത്യേകിച്ച് ഒരു കോർട്ടുണ്ട്. അപ്പൊ പോലീസിന്റെ ചില ആൾക്കാർ വരാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചേർന്ന് ഷട്ടിൽ കളിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും വൃത്തികെട്ടവരാണെന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവനുമായിട്ട് പിന്നെ ഈ ഷട്ടിൽ കളിക്കാൻ പോലും കാര്യം ആ ഷട്ടിലിൽ വരെ യവന്മാരും മതം കലർത്തിക്കളയും, പറയാനൊക്കില്ല. മുസ്ലിം ഷട്ടില്, ഹിന്ദു ഷട്ടില്, ക്രിസ്ത്യൻ ഷട്ടിൽ എന്നും പറഞ്ഞ് ബാറ്റിൽ വരെ അവന്മാർ വേണമെങ്കിൽ എന്തെങ്കിലും വൈകൃതങ്ങൾ കാണിക്കും. അപ്പൊ അങ്ങനത്തെ തെമ്മാടിത്തരം ഇപ്പൊ പറയുന്ന കേട്ടില്ലേ ഈ വിഷയത്തിൽ അത് അന്വേഷണം എന്ന് പറഞ്ഞാൽ അപ്പീൽ പോണം. അതായത് 10 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച് അവന് ജീവപര്യന്തം 40 വർഷം വരെ തടവ് കിട്ടുന്ന, അതായത് മരണം വരെ ജീവപര്യന്തം ജയിലിൽ കൊടുത്തപ്പം അപ്പീൽ പോണം. കാര്യം അവന്റെ ആ സംഘപരിവാർ ഉള്ളിന്റെ ഉള്ളിൽ കണ്ട. ഞാൻ പറയണേ സെൻകുമാറെ, പൊന്നു മോനെ, നിനക്ക് മക്കളുണ്ടെങ്കിൽ അവർക്ക് മക്കൾ കാണും. കാരണം നിനക്ക് ഇനി പ്രായമായാത്ത മക്കൾ എന്തായാലും കാണില്ലല്ലോ, നീ വയസ്സായി റിട്ടയർ ചെയ്തോന്നല്ലേ. അപ്പൊ നിനക്ക് ചെറുകുട്ടികൾ കാണും. ആ ചെറുകുട്ടികളാ ഈ സംഘപരിവാറുകാരോ അല്ലെങ്കിൽ ഈ കാസയോ തന്നെ പീഡിപ്പിക്കും. നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവം നടക്കും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ബാക്കി സംസാരിക്കാം. പിന്നെ ഷായസ്കറിയായുടെ കാര്യത്തിലും പിന്നെ സുനിൽ വളയാറിന്റെ കാര്യത്തിൽ എനിക്ക് വേണമെങ്കിൽ ഓഫർ കൊടുക്കാം. എനിക്ക് പറയാം, ഞാൻ 50 ലക്ഷം രൂപ തരും, 50 ലക്ഷം രൂപ തരും. ഷാജൻസ്കറിയായുടെയോ സുനിൽ വടയാറിന്റെയോ മക്കളെയോ ഭാര്യയെയോ ആരെങ്കിലും പീഡിപ്പിച്ചാൽ, പരസ്യമായി പീഡിപ്പിച്ചാൽ തരുമെന്ന് പറയാൻ അറിയാം. അത് ആളുകൾ ഇവിടെയുള്ള തെമ്മാടികൾ ചെയ്യുകയും ചെയ്യും. പക്ഷേ അതിന് പോയാൽ നിന്നേക്കാൾ ഞാൻ തരം താഴ്ന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഓഫർ കൊടുക്കാത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങി 1 രൂപ വെച്ച് പിരിച്ചാൽ മതി, അപ്പൊ പൈസ വരും ഇവിടെ 50 ലക്ഷം രൂപ. അപ്പൊ നീയൊക്കെ അത് മനസ്സിലാക്കണം. പക്ഷേ ഈ ചെറ്റത്തരം സംസാരിക്കുന്നതിന് ഒരു മര്യാദയുണ്ട്. മനുഷ്യനായിട്ട് ജീവിക്കണം നിങ്ങളൊക്കെ. മൃഗങ്ങളാവരുത്. മനുഷ്യനായിട്ട് ജീവിക്കണം. അതായത് മനുഷ്യന്റെ രൂപവും മൃഗത്തിന്റെ സ്വഭാവം കൊണ്ട് നടക്കരുത്. ഒരുത്തൻ കുറ്റവാളിയായി അവൻ RSS അല്ലെങ്കിൽ സംഘപരിവാർ ശക്തിയിൽ പെട്ടവൻ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ പെട്ടവനായതുകൊണ്ട് അവൻ കുറ്റവാളിയാവാതിരിക്കുന്നത് എങ്ങനെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കോടതിയും പിന്നെ നിയമവും പോലീസ് സ്റ്റേഷനും പട്ടാളവും ഒന്നും വേണ്ടല്ലോ. നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ആരെങ്കിലും തീരുമാനിക്കുന്നത് ഇവിടെ ആരെന്ത് തീരുമാനം? പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട്, പാകിസ്ഥാനും പിന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട്, ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട്, ഇന്ത്യയും തുർക്കിയുമായിട്ട് കുഴപ്പമുണ്ടാക്കുന്ന യുദ്ധത്തിന് പോകുന്നതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇവിടെയുള്ള കുറെ കർമ്മ ന്യൂസ്, പിന്നെ വേറെ എന്താണ് മറുനാടൻ മലയാളി, ഇന്ത്യ ന്യൂസ്, എന്തൊക്കെ തേങ്ങയാണ് നിങ്ങൾ പേരിട്ട് ഓരോ, അതായത് സംഘപരിവാർ ശക്തികൾ എങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്? രാമസേന എന്ന് പറയും, പിന്നെ RSS എന്ന് പറയും, അങ്ങനെ ഒരുപാട് പേരില് നിങ്ങൾ പേരിട്ട് ഇങ്ങനെ ഓരോരോ സംഘടനകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംഘടനകൾ ഉണ്ടാക്കി നിങ്ങൾ ഓരോ പേരിൽ അറിയപ്പെടുന്നതിന് പകരമായിട്ട് ജനനന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ജനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി, ജനങ്ങൾ സൗഹാർദ്ദമായിട്ട് ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ചെയ്യില്ല. നിങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞാൽ രാവിലെ പലതും കഴിക്കും,
എന്നിട്ട് വന്ന് കുളിക്കുന്ന ഇല്ലെന്ന് അറിഞ്ഞൂടാ. കാരണം നിനക്കൊന്ന് കുളിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കാര്യം കുളിച്ചു കഴിഞ്ഞാൽ, കാരണം നീയൊക്കെ മലമൂത്രമല്ലേ തിന്നുന്നത്, അത് തിന്നിട്ട് കുളിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ വന്നിരുന്ന് ചാനലിന്റെ മുമ്പ് വന്നിരുന്ന് വെറുപ്പും വിദ്വേഷം രാവിലെ അങ്ങോട്ട് തുടങ്ങും. എന്നിട്ട് രാത്രി കിടന്നിറങ്ങാം, ഓഹോ ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അവന്മാർ തമ്മിൽ അടിക്കട്ടെ, ആ വിദ്വേഷവും വെറുപ്പും ഈ ദുനിയാവിൽ പിന്നെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ സമാധാനമായിട്ട് കിടന്നിറങ്ങും. ഇതൊക്കെ ഒരു സൈസ് മാനസിക വിഭ്രാന്തിയാണ്. ഇതൊക്കെ ഒരു സൈസ് സാഡിസമാണ്. നിനക്കൊന്നും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്ത് കാര്യമിരിക്കുന്നത്? മനുഷ്യൻ എന്ന് തൊട്ട് വിസർജ്യം ഭക്ഷിച്ചു തുടങ്ങുന്നുവോ അന്ന് തൊട്ട് അവന്റെ ബുദ്ധി മരവിച്ചു പോവും, അവൻ ഇല്ലാതായി പോവും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അവൻ്റെ ഒന്നും അടുത്ത് പോലും പോകാൻ പാടില്ല, മാറി നിന്നെന്ന് പറയണം, ഇവനെയൊക്കെ നാടെന്നെന്ന് പറയണം. ഇത്രയും വൃത്തികെട്ടവന്മാര് ഒരു പെൺകുട്ടിയെ 10 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത പിതാവില്ലാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ച അധ്യാപകന് ശിക്ഷ കൊടുത്തപ്പോ അത് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായി ചൊറിഞ്ഞ് മുറിവുണ്ടായതാണെന്ന് പറയണമെങ്കിൽ നീയൊക്കെ എങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കും? നിന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ നിന്റെ മക്കളുടെയൊക്കെ മുഖത്ത് നിങ്ങൾ എങ്ങനെ നോക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറുനാടൻ മലയാളം ഷാജസ്കറിയ, നിന്റെ അളിയനാണ് ദൈവം. കാരണം നിന്റെ പെങ്ങള് കന്യാസ്ത്രീയാണ്. അപ്പൊ നീ എല്ലാ സ്ഥലത്തും വാസ്ത പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോ ഇന്ത്യയില് നിനക്ക് മോഡി എന്ന് പറഞ്ഞാൽ നിന്റെ അടുത്ത സുഹൃത്താണ്. കാരണം നീ 24 ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും മോഡിയെ സ്തുതിക്കാൻ നീ ഇടൂല്ല. ഒരു വീഡിയോ നിനക്ക് കിടന്നാൽ ഉറക്കം വരില്ല. അപ്പൊ അത് ഒന്ന്. ഇവിടെ നീ സ്വാധീനം ചെലുത്തി വെച്ചിട്ടുണ്ട് മോഡിയായിട്ട്. അവിടെ മരിച്ചു പോയാൽ നിന്റെ അളിയനാണ് ദൈവം. കാരണം നിന്റെ പെങ്ങള് കന്യാസ്ത്രീയാണ്. കന്യാസ്ത്രീ ആകുമ്പോൾ കർത്താവിന്റെ മണവാട്ടിയാണ്. അപ്പൊ അവിടെ പോയാലും നിനക്ക് രക്ഷയാണ്. ഇതൊക്കെ നിന്റെ മനസ്സിൽ തോന്നുന്നതാണ്. നിനക്ക് ശരിയായ ശിക്ഷ ഈ ദുനിയാവിലും ഈ ലോകത്തും കിട്ടും, നാളെ പരലോകത്തും കിട്ടും. നീ അത് സൂക്ഷിച്ച് ജീവിച്ചാൽ നിനക്ക് നല്ലത്. നീയൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണ്ടേ, ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തോ? മനുഷ്യർക്ക് എന്തെങ്കിലും ഉപദ്രവം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് ആ മനസ്താപം ഉണ്ടാകി പശ്ചാത്താപിച്ച് മടങ്ങാൻ നിനക്കൊന്ന് എങ്ങനെ കിടന്ന ഉറക്കം വരും? നിങ്ങൾക്ക് മനുഷ്യന്മാരാ. അപ്പോ ഈ സുനിൽ വടയാളായിരുന്നാലും ഈ ക്രിസംഗി പിന്നെ ഷാജസ്കറി ആയിരുന്നാലും യവനെ പോലുള്ള ഏത് ചെറ്റകളായിരുന്നാലും ഞാൻ പറയാണ്, നിങ്ങൾ മനുഷ്യന്മാരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോ യവന്മാര് മനുഷ്യന്മാരാകാത്തിടത്തോളം കാലം യാതൊരു കാരണവശാലും ഇവരുമായിട്ട് യാതൊരു സഹകരണം പാടില്ല. എല്ലാ മനുഷ്യരും, മതേതര വിശ്വാസികളും എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇവരെ വെറുക്കണമെന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണമെന്നാണ് സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളെല്ലാം സഹോദരങ്ങളാണ്. ഒരു മാതാപിതാക്കൾ ഒരേ മാതാപിതാക്കളിൽ നിന്നുണ്ടായവരാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ആ ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നും ഉണ്ടായ സന്താന പരമ്പരയാണ് നമ്മൾ സഹോദരങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ള മതത്തിൽ നിങ്ങൾക്ക് പ്രചാരണം നടത്താം. പക്ഷേ മറ്റുള്ള മതങ്ങളെ നിങ്ങൾ കഴിയുന്നത്ര ആക്ഷേപിക്കാൻ പോകരുത്. അവനവന്റെ മതത്തെ നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. അവനവന്റെ രാഷ്ട്രീയത്തെ പൊക്കി പറഞ്ഞോളി. മറ്റുള്ളവരെ ഇകഴ്ത്തി കെട്ടാൻ ശ്രമിക്കരുതെന്നും എല്ലാവരും സൗഹാർദ്ദമായിട്ട് നമ്മൾ എങ്ങനെയാണോ 50 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നത് അതിനനുസരിച്ച് ഇപ്പോഴും നമ്മൾ മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യർക്കുമുണ്ട്. അതനുസരിച്ച് ജീവിച്ച് ഇങ്ങനെയുള്ള സമൂഹത്തിലെ ക്യാൻസറുകളെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നല്ലൊരു ഭാരതത്തിന് വേണ്ടി, നല്ലൊരു കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെയും ഭാരതത്തിന്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ജനങ്ങൾ സൗഹാർദ്ദത്തിൽ കഴിയുന്നതിന് വേണ്ടി നമ്മളെല്ലാം പരിശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.